നിങ്ങളുടെ ജീവിതത്തിൽ ആരുടെയെങ്കിലും മുൻപിൽ വെച്ച് നിങ്ങൾ അപമാനിക്കപ്പെട്ടിട്ടുണ്ടോ? ഒരുപക്ഷെ നിങ്ങളുടെ ഓഫീസിൽ, സഹപ്രവർത്തകരുടെ മുൻപിൽ, കുടുംബാംഗങ്ങളുടെ ഇടയിൽ, സുഹൃത്തുക്കളുടെ ഇടയിൽ, അല്ലെങ്കിൽ തികച്ചും അപരിചിതമായൊരു സ്ഥലത്ത്. ആ നിമിഷം നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നുപോയ ആ തീവ്രമായ വികാരം എന്തായിരുന്നു? നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു അഗ്നിപർവ്വതം കത്തുന്നതായി തോന്നുകയും നിങ്ങളുടെ മുഖത്തേക്ക് രക്തം ഒഴുകിയെത്തുകയും ഈ ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ഓർക്കുകയും ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും നമ്മെ പരിഹസിക്കുമ്പോഴോ അപമാനിക്കുമ്പോഴോ നമ്മെ നിന്ദിക്കുമ്പോഴോ ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്ന ആ വേദന, അത് ശാരീരിക മുറിവിനേക്കാൾ ആഴത്തിൽ നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്നതാണ്. ഒരാൾ മറ്റൊരാളെ അപമാനിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഉള്ളിൽ ശക്തമായ അരക്ഷിതാവസ്ഥ അനുഭവപ്പെടുന്നു എന്നാണ് മനഃശാസ്ത്രം പറയുക. സന്തോഷവാനും ആത്മവിശ്വാസമുള്ളവനുമായ ഒരാൾ മറ്റൊരാളെ അപമാനിക്കാൻ ശ്രമിക്കാറില്ല. നിറകുടം തുളുമ്പാറില്ലല്ലോ. നമുക്കറിയാം, ഒരു ഓറഞ്ച് എടുത്ത് അത് എത്രമേൽ നമ്മൾ ചതച്ചാലും അതിലമർത്തിയാലും അത് മുറിച്ചാൽ അതിൽ നിന്ന് വരുന്നത് ഓറഞ്ച് ജ്യൂസ് തന്നെയായിരിക്കും. അതായത് നല്ല മനുഷ്യരെ നമ്മൾ എങ്ങനെയൊക്കെ ഉപദ്രവിച്ചാലും അവർക്കൊരിക്കലും മറ്റുള്ളവർക്കെതിരെ തിന്മ പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. ഒരു പെൺകുട്ടിയുടെ കയ്യിൽ ചെളി ഇരിപ്പുണ്ടെന്ന് കരുതുക. ആ ചെളി നിങ്ങളുടെ ഒരു വെള്ള വസ്ത്രത്തിലേക്ക് അവൾ വലിച്ചെറിയുന്നു. എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? നിങ്ങളും അതേ നാണയത്തിൽ നമ്മുടെ ദേഹത്ത് ചെളിയാക്കിക്കൊണ്ട് ചെളി എടുത്ത് ആ കുട്ടിയുടെ ദേഹത്തേക്ക് വലിച്ചെറിയുമോ? ഇല്ല. നമ്മൾ ഒരിക്കലും അത്തരം തരം താഴ്ത്തലിന് ഇഷ്ടപ്പെടുകയില്ല. മാനസികമായി ആരോഗ്യമില്ലാത്തവരാണ് മറ്റുള്ളവരെ അപമാനിക്കുന്നത്. അതായത് ഒരു മീറ്റിങ്ങിലോ സുഹൃത്തുക്കൾക്കിടയിലോ ആരെങ്കിലും നിങ്ങളെ അപമാനിച്ചാൽ ആ നിമിഷം നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? മനഃശാസ്ത്രം പറയുന്നത് എങ്ങനെയാണ്? ആരെങ്കിലും നിങ്ങളെ അപമാനിച്ചാൽ ഉടനടി പ്രതികരിക്കരുത്. നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന് പറയുന്നത് പോലെ നിശബ്ദത പാലിക്കണം. ആ നിശബ്ദതയാണ് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഉത്തരം. വാക്കുകളേക്കാൾ മൂർച്ചയുള്ള ആയുധമാണ് മൗനം. ദേഷ്യപ്പെട്ട് പ്രതികരിക്കുമ്പോൾ നിങ്ങൾ അവരുടെ നിലവാരത്തിലേക്ക് താഴുകയാണ്. എന്നാൽ നിങ്ങൾ പുഞ്ചിരിക്കുകയോ ശാന്തമായി അതിനെ നേരിടുകയോ ചെയ്യുമ്പോൾ അവർക്ക് താൻ പറ്റാത്ത ഉയരത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അവർക്കുള്ള മറുപടി കാലം കാത്തുവച്ചിട്ടുണ്ടെന്ന് മനസ്സിൽ കരുതുക.